എന്തോ കിട്ടി. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈവനിങ് ആയി, ഒരു ചായ കുടിക്കാനൊക്കെ പോകുന്ന ടൈമിലാണ് ഇവിടെ ഒരാള് രണ്ട് മുഖത്തോട്ട് നോക്കി, ആ മുഖത്തോട്ട് എന്തോ ഒരു മാറ്റം ഇല്ലേ? ബ്ലഷിങ് അതിന് ബ്ലഷ് ഇടുന്നത് എന്തിന്? ബ്ലഷ് അല്ലടാ, സൺസ്ക്രീൻ. നമ്മൾ ഇന്നത്തെ ഈവനിങ് ഫസ്റ്റ് നമ്മൾ ചായ കുടിക്കുന്നു. ആദ്യമേ ചായ കുടിക്കുക, അത് കഴിഞ്ഞിട്ട് മീൻ അവിടെ പിടിക്കാൻ പോകുന്നത് നമുക്ക് തീരുമാനിക്കാം. മീന് സംസ്കാരം വെച്ചിട്ട് ഇവൻ കായലിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അങ്ങനെ വൈകിട്ട് നമ്മുടെ ചായ കുടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കട്ടൻ ചായ, വട. ഇത് പൊടിച്ച, ഇത് ആരെ പൊടിച്ചേ? ഓ, എന്നാ പിന്നെ ആദ്യം ഒരല്ലി ഇങ്ങനെ നോക്കിയിട്ട് എടുത്താ പോരെ. ഉടനെ എടുത്ത് വരുമ്പോ ഫുൾ അങ്ങ് എടുത്തിട്ട് മധുരയില്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് PC PUBG കളിക്കാൻ എനിക്കെന്ത് ഫോണിൽ കളിച്ചാ? ലുഡോനൊരു തനി ഫാൻസ് ഉണ്ട് ബ്രോ. ഈയിടെയായിട്ട് ലുഡോ കളി കുറച്ച് കൂടുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഡ്രോയിങ്, പക്ഷെ ശ്രദ്ധ ഫുള്ളും വേറെ ശ്രദ്ധ. സത്യം വരല്ലേ വൈകിട്ട് ചായ, കുഴലപ്പം, പിന്നെ അതിന്റെ പേര് മറന്നു, അച്ചപ്പം, വട. അതെന്തുവാ? ആണോ? ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓ, സത്യം ചൂട് കഴിക്കുന്നവരെ ഭയങ്കര ഓ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് കാപ്പിടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങളവിടെ കാപ്പി എന്ന് പറയുന്നത്. ആണോ? ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ വൈകിട്ടത്തെ ചായ കുടി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇതാ വൈകിട്ടത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, ഞങ്ങള് മീനൊക്കെ പിടിച്ച് ഗ്രില്ലായിട്ട്. ഇവിടെ ഇന്ന് ആർക്കും ഇന്ന് മീൻ ഗ്രില്ല് കൂട്ടില്ല. കുഴപ്പമില്ല, മീനിന്റെ മുള്ള കൊടുക്കുക. ഒരു കാര്യം, മീൻ കിട്ടിയില്ല ഈ കുരിപ്പിനെ കുറിച്ചിട്ടില്ല. ശ്രദ്ധിച്ചില്ല. എനിക്ക് അതിന്റെ പരിപാടിയും കാര്യങ്ങളൊന്നും അറിയാൻ എല്ലാം ചാർലിച്ചാൻ അറിയാതെ. ഇതൊക്കെ എന്താ ഇത്ര സംശയം? ഇത് ഞങ്ങളോട് ചോദിക്കുന്നത് സീരിയസ് ആയിട്ട് ഫിഷ് ഗ്രില്ല് കൊണ്ടുവരുമെന്ന്. സീരിയസ്ലി കൊണ്ടുവരും. എല്ലാം ചാർലി ചേട്ടൻ നേരിട്ടുണ്ട്. ചാർലി ചേട്ടൻ അറിയാം ഇന്ന് വലിയ ഫിഷിനെ കൊണ്ടുവരുന്നത്. ഗൈസ്, അപ്പൊ നമ്മള് ഇടാൻ പോണത് എവിടെയാണെന്നറിയോ? ഇവിടെ ഒന്നും അല്ല, അങ്ങ് ദൂരെയാണ് ഗൈസ്. എല്ലാം ചാർലി ചേട്ടന്റെ പ്ലാനാ. പറഞ്ഞ അനുസരിച്ച് അപ്പോഴേ കോൾ 121 ഉപ്പി, then you go. ഓക്കെ, എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഡെസ്റ്റിനേഷൻ നമ്മളിപ്പോ പറയുന്നില്ല, കുറെ ദൂരമുണ്ട്, നല്ല യാത്രയുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ എവിടെയാ? വാക്വേ. ഭയങ്കര ദൂരത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞ ആളെ ഏറ്റവും ലാസ്റ്റ് വാക്വേ പോയാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതുണ്ടോ? ഇതിലിപ്പോ എവിടുന്ന തുടങ്ങുന്നേ? ഗൈസ്, ഇത് കണ്ടോ? ഈ ഒഴുക്കിന് എനിക്ക് മീൻ കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. അവിടെ ഇത്തയോട് വൈകിട്ടത്തെ ഡിന്നറിന് നമ്മൾ എന്താ പറഞ്ഞറിയാവോ? ഇത്ത ഒരു കാരണം കൊണ്ട് പേടിക്കണ്ട, ഈ നീളമുള്ള ചെമ്പല്ലിയായിട്ട് ഇതിനകത്ത് ഇട്ടുകണ്ട ചെമ്പല്ലി ഇടാൻ വേണ്ടി മറ്റേ സാധനമൊക്കെ കൊണ്ടുവരണം. ഗൈസ്, കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ചാർലി ചേട്ടാ. ഞങ്ങളുടെ ഒക്കെ അവിടെ എങ്ങനെയാണെന്നറിയോ? മറ്റേ പനവടി ഉണക്കി അടിപൊളി സാധനം. ഇതൊക്കെ ഉണക്കിയിട്ട് അതിനകത്ത് ഒരു ടങ്കീസും ഒരു ചൂണ്ടക്കുളത്തും ഇട്ടിട്ട് ഒരു എരേനെ കയറ്റി എറിയുന്ന സുഖം ഇതില് കിട്ടുമോ? ഇത് കറക്കിയാ കിട്ടുമോ? ഈ ഒരു ചൂണ്ടക്ക് എത്ര റേറ്റ് എന്നറിയാവോ? 4490. ഏകദേശം ഇതിനൊരു 5000 രൂപയുണ്ട്. ചുമ്മാ തള്ള 2500 നമ്മളല്ലേ മേടിച്ചത്. ഞങ്ങളുടെ ചൂണ്ടൊക്കെ എത്ര കോസ്റ്റ് ആണെന്ന് അറിയാമോ? 200 രൂപ. 2 രൂപ. പനവടിക്ക് എന്തിനാ 2 രൂപ? 1 രൂപക്ക് ടങ്കീസും 1 രൂപക്ക് ചൂണ്ടക്കൊളുത്തും. ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കല്ല, ഇതേപോലെ ചേട്ടന്മാർക്ക് കളിക്കാനുള്ള. ഇതിനു വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നു തന്നെ. സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായ, ഇവിടെ ഫുള്ള് പായല. ഇതിന്ന് 2 പായലിനെ ചൂണ്ടിയിട്ട് പിടിച്ചാലോ? ഇത് 2 പറിച്ചെടുത്തോ? ചിലപ്പോ മറ്റേ മീനെ പൊതിഞ്ഞെടുക്കാൻ റൂം ഫ്രീ ആക്കി ഇടാൻ പറ. ഈ സൈഡിൽ കൂടെ പോവോ? എന്നാ പുള്ളിയോട് ഇറങ്ങി മാന്തി കളഞ്ഞിട്ട് പോകാൻ പറ. പായലൊക്കെ എങ്ങനെ പോണേ?
നമുക്കൊരു ബോട്ട് എടുത്ത് നൈസായിട്ട് ഉൾക്കടലിൽ പോയ ഒരു പിടി പിടിച്ചാൽ പോരെ. സത്യം അതാവുമ്പോ പിന്നെ ജീവനോട് തിരിച്ചു പിന്നെ ആ ബോട്ടിലൊക്കെ പൈസക്ക് നമുക്ക് മീൻ മേടിച്ചു കൊടുത്താൽ പോരെ. മീൻ പിടിക്കുന്ന ആ ഒരു വൈബ് കിട്ടത്തില്ല. ഇവിടെ ഓക്കെ ഇവിടെ തെക്ക് ദിശ അനുസരിച്ച് കാറ്റിന്റെ ഇത് ഇവിടെ ഇടാൻ പറ്റൂല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പറയട്ടെ കേട്ടല്ലോ, ആലപ്പുഴക്കാരനാ. മാങ്ങ മാങ്ങ മാങ്ങ. അപ്പൊ എന്തായാലും നമുക്ക് ചൂണ്ട എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കട്ട് ചെയ്തോ. നമ്മുടെ ബാക്കി സാധനങ്ങളുമായിട്ട് ആൾക്കാരെത്തി. ഓ ഗൈസ്, ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മളൊരു പൊളി പിടിക്കുന്നുണ്ട്. ഞാൻ ഈ കുറച്ചു മുമ്പ് അവിടെ നോക്കിയപ്പോഴേ വലിയൊരു ഇത് ചാടി സ്രാവല ചാടിന്ന് പറഞ്ഞ കണ്ടില്ല. നിങ്ങളല്ലേ എന്തൊക്കെയാ കാണിക്കുന്നേ? വേറെ പണിയില്ലേ മനുഷ്യ നിങ്ങക്ക്? ആണോ? ഞാൻ ഫസ്റ്റ് ഇട്ടാ മതിയോ? എന്റെ കൈക്ക് ഭയങ്കര ഐശ്വര്യം എന്ന് പറഞ്ഞത്. ഇരുന്ന് പിടിക്കായിരുന്നു. സത്യം, നീ കിടന്നു പിടിച്ചോടെ കിടന്നു പിടിക്കും. എടാ മറ്റേ കിറ്റ് എടുത്തില്ലേ, ക്യാമ്പിൽ പതിഞ്ഞോണ്ട് പോകേണ്ടി വരുമോ? ഇത്രയും വലിയ സാധനമൊക്കെ ആയിരിക്കും കിട്ടുന്നേ. അത് കിറ്റല്ല, കലവിട്. സത്യം പറഞ്ഞാ എന്റെ ഒരു ഇത് വെച്ചിട്ട് മിക്കവാറും ഞങ്ങൾ ഇവിടുത്തെ പുഴ വറ്റിക്കും. പുഴ ഇതാ അല്ല, 6 വറ്റിക്കും. ഇത് കായലോ? കല്ലാറോട്ടിലെ ഡാമുണ്ട്, അങ്ങോട്ട് വരുന്ന 6. അതൊക്കെയാണ് 6, ഇതല്ലാതെ ഇത് കായല്. ഇയാളെ പോടെ 6 മുല്ലപ്പെരിയാർ ഡാം ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് നിങ്ങൾ ഇതിനെ മണ്ടൻ ചത്തു. ഏരനെ കിട്ടിയ മണ്ണീര് തന്നെയാണോ? മണ്ണീരല്ല, കുടല്. കുടലാണോ? മീനിന്റെ കുടലടാ. അതിനെത്ര രൂപ? മീൻ കുടല അത്ര മേടിക്കാൻ. മീൻ കുടല് ഫ്രീയാ. ഫ്രീയാ? മീൻ കുടല് കണ്ടിട്ടുണ്ടോ? മീൻ കുടല് മീനിന്റെ കുടലുള്ള കോഴിന്റെ കുടലാടാ ഷൊട്ടാപ്പി. എല്ലാ ചൂണ്ടയിടാൻ വരുന്ന ആൾക്കാരും മെയിൻ ആയിട്ട് സ്റ്റക്കായി നിൽക്കുന്ന എവിടെയാണെന്നറിയാവോ? ചൂണ്ടക്കുളത്തിനകത്ത് എര ചേർക്കാൻ നേരത്ത്. കാരണം എല്ലാവരുടെ കയ്യിലും അഴുക്കും. ഞാനിടാ. എരനെയില്ല. എനിക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സാധനം കൊണ്ട് എങ്ങനെ പിടിക്കുന്നതെന്ന് അറിയാം. കുറച്ച് സ്പേസ് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന പായലായിരിക്കും. പിന്നെ ഇനി മീൻ ഇവിടെ വരുത്തിച്ച് പിടിക്കാൻ പോലെ. പറഞ്ഞ പോലെ പനവടിയും പെട്ടാവാ. ഇത് പന ഞാൻ എവിടുത്തെ ചൂണ്ടിയിടല് കൂട്ടാരാ. ഇയാള് കുടുക്കിട്ട് ഇപ്പൊ മീനും ഇല്ല തേങ്ങയില്ല. എനിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടല്ലോ. ഇനി ഇത്താനോട് ഞാൻ എന്താ പറയും, ഇച്ചിരി കുടലേറി കൊണ്ടുവന്നിട്ടുണ്ട്, വെച്ച് തരുമോന്ന് ചോദിക്കാം. കുടൽ ഇവിടുന്ന് ചോദിച്ചാ ഏതൊരു വലിയ മീനിന്റെ കുടലാ പറിച്ചപ്പോ കുടല് പറിച്ച് പോന്നെന്ന് പറഞ്ഞാൽ മതി. കേട്ടോ കൊളുത്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയായിരുന്നു എന്റെ പോക്കറ്റിലായിരുന്നു. എന്നെ ചീത്ത പറയണ്. ആ പിന്നെ ഞാൻ ചീത്ത പറയും. നിന്റെ പോക്കിൽ വെച്ചിട്ടാ. ചുമ്മാ ഒരു രസമല്ലേ ഇതൊക്കെ. എടോ മനുഷ്യ, തനിക്ക് ഇതൊക്കെ വല്ല അറിയാവോ? കൊറേ നേരെ ആയല്ലോ താനെന്തോ മനത്തൂന്നോ പെലത്തൂന്നോ വന്നിട്ട് തേങ്ങ കൊല. ഗൈസ്, ഞാനൊരു പേട്ട് വടിയുണ്ടെങ്കിൽ ഇപ്പൊ 2 ചെമ്പല്ലിയിലും പിടിച്ച് കാണിച്ചാനെ. ഇയാൾ അവിടെ കെട്ടിയിട്ടിട്ടിരിക്കുവാ. ഇപ്പൊ വലിയ മീൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ടങ്കീസേ കെട്ടിയിട്ട് ഈ സാധനം ഒന്നും പൊക്കത്തില്ല. കൈമാറ്റി കാണിച്ചോട്. പൊക്കണോ? മീൻ പിടിച്ച് മീനായില്ല, പായലായിരിക്കും. A few moments later. ഇരുട്ടി തുടങ്ങി. അത് മറ്റേത് മീൻ. ഓ പെടക്കണ പായല്. ഇതിന് ഭയങ്കര ഇളന്തരം പായലാ കേട്ടോ. ഇറക്കി കൊടുക്കാൻ പറഞ്ഞ നിക്കറല്ലത്. കറക്റ്റാക്കട്ടെ. കിട്ടി. ഈ പ്രാവശ്യം കൂടുതൽ കിട്ടി. ഇപ്രാവശ്യം വലുത് കിട്ടി, വലിയ പായല്. ഓ ഗൈസ്, ജസ്റ്റ് മിസ് കേട്ടോ. മറ്റേ മീനൊന്ന് വെട്ടിയിട്ട് സാധനം കൊണ്ട്. അതെ, അടുത്ത ഞാൻ അറിയാം. ഇയാൾക്കൊന്നും എറിയാനും അറിയാൻ മേലാത്തൊരു ഞാൻ കാണിച്ചു തരാം. ആലപ്പുഴക്കാരന്റെ പവർ എന്തോന്ന് കാണിച്ചു തരാം. രാത്രിയൊക്കെ ഇങ്ങനെ ഒന്ന് മീൻ പിടിക്കുന്നുണ്ടല്ലോ, മീനുകൾക്ക് ഡിസ്റ്റർബൻസ് ആ. ഈ ടൈമിലൊക്കെ വീട്ടിൽ വന്ന് ചോറും കഴിച്ച് കാപ്പിയും പിള്ളേരൊപ്പം ചായ മീന ഇവിടെ പിടി, ഇവിടെ പിടി, ഇവിടെ ഇങ്ങനെ പിടി. ടങ്കീസ് ഇവിടെ ലൂസാക്കി പിടി, ഇങ്ങനെ പിടിക്കല്ലേ. എന്ത് കയ്യാടാ ഇതാ പക്ഷെ എന്റെ തലയുടെ പുറയില് ശനിയാന്ന് ഇക്ക പറയുന്നത്. ശനിയല്ല, അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും അതാണ്. ഒരു കാര്യം വേണ്ട, ഒന്ന് അറ്റത്തേക്ക് എറിഞ്ഞിട്ടൊന്ന് തരാമോ? ഞാൻ പിടിച്ചോളാം. ഇത് ഇവിടെ പിടിക്കും, ഇവിടെ പിടിക്കും, ഇവിടെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പുറത്ത് വെച്ച് ഇത് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കണം.
എടാ മീൻകറി പിടിച്ചിട്ട് വലിയ മീൻ ഉണ്ടാവും. എത്ര രൂപ നോക്കി? ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നേരം നമ്മൾ പിടിച്ചതിൽ ആകെ 3-4 പായലല്ല, വേറെ ഒന്നും കിട്ടിയില്ല. 3-5 പായലോ? പിന്നെ 6-7 പായൽ കിട്ടിയിട്ടുണ്ട്. അതല്ല വേറെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ മടുത്ത് ലാസ്റ്റ് എന്തായാലും നമുക്ക് ഇവിടുന്ന് കുറച്ച് പായൽ പിടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഇങ്ങനെ വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വിളിച്ച് കുറച്ച് പായൽ മേടിക്കാം. അല്ല വേറെ ഒരു ഗുണമില്ല. ഇങ്ങനെ ചൂണ്ടയും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. സത്യം ഞാനൊന്ന് കാണട്ടെ. കിട്ടിയാതെ ചാർലി ചേട്ടാ, ഞാൻ ഇവിടുന്ന് നിക്കർ ഒരു ബൂട്ട് ക്യാമ്പ് വരുള്ളൂ. കിട്ടിയില്ലെങ്കിൽ ചാർലി ചേട്ടൻ അങ്ങനെ ചെയ്യണം. കിട്ടിയോ? ഷാർക്കല്ല, ആ മരത്തില് കുടുങ്ങിയിരിക്കുക. മരത്തിലാണോ കുടുങ്ങി? വാർക്കപ്പണിക്കും പോടും. ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞു വന്നു. ഫിഷ് വലിയ 3-4 പായലിനെ അങ്ങ് പിടിച്ചങ്ങ് എടുത്ത് മീനെ പിടിച്ചതാ. എനിക്ക് നിന്റെയൊക്കെ പോക്ക് കണ്ടപ്പോ അറിയാലോ മീൻ കിട്ടാൻ അത് ഭയങ്കര ഒഴുക്കത്താ. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ആലപ്പുഴക്കാരൻ കൂടുതലപ്പോ പിടിക്കാതിരിക്കും തോന്നുന്നുണ്ടോ? ആ ചൂണ്ടയിൽ ഒരു മീൻ മണത്തിരുന്നെങ്കിൽ ഞാൻ ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്തേനെ. അല്ലല്ലേ? മീനിന്റെ വൈബ് അതല്ലായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാ ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നതിന്